ഹലോ, ഇന്ന് നമ്മൾ കാലത്ത് തന്നെ പറമ്പിലോട്ട് വന്നേക്കാണ്. പറമ്പിൽ ഇതേ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ടായി തുടങ്ങി. നിങ്ങൾക്ക് വേണമെങ്കിൽ കാലത്ത് തന്നെ പോയി പറിച്ചോ. എനിക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് അച്ഛൻ പറഞ്ഞേ. കേട്ട പാടെ ഞാനും അമ്മയും അതുക്കുട്ടനെയും കൊണ്ടാണ് കേട്ടോ ഞങ്ങൾ വന്നത് പറമ്പിലോട്ട്. പറമ്പിൽ വന്ന് കുറച്ചേരം കഴിഞ്ഞപ്പോൾ തന്നെ അതുക്കുട്ടൻ്റെ മൂടൊക്കെ മാറിട്ടോ. ചിറ്റേ വീട്ടിൽ പോവാന്ന് പറഞ്ഞ ഒരേ ബഹളമായി. അപ്പോൾ പിന്നെ 2-3 റംബൂട്ടാൻ ആദ്യം തന്നെ പറിച്ച് അവന് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ അവനൊരുവിധം സമാധാനിപ്പിച്ചു. അതുക്കുട്ടൻ റംബൂട്ടാൻ്റെ ഒരു ഫാനാണ് കേട്ടോ. കൊണ്ടുപോയ റംബൂട്ടാൻ അപ്പം തന്നെ അവൻ കാലിയാക്കിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ യെല്ലോ റംബൂട്ടാനാണ് കേട്ടോ ഇത് അത്യാവശ്യം പഴുത്തിട്ട് പറിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ അത്രയും നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുവിധം പഴുത്തതൊക്കെ നോക്കി പറിക്കുകയാണ്. പക്ഷേ ഈ പാകമാണെങ്കിലും നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ ഇതിനൊക്കെ. അങ്ങനെ റംബൂട്ടാൻ ഒരുവിധം പറിച്ച് കവറിലാക്കി. പിന്നെ നമ്മൾ പീനട്ട് ബട്ടർ പറിക്കാനാണ് കേട്ടോ പോയത്. അതെനിക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല, എന്നാലും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പറിച്ചതാണ്. അങ്ങനെ ഒരു പീനട്ട് ബട്ടറേ പറിച്ചോളൂ കേട്ടോ. ഇതാണ് കേട്ടോ പീനട്ട് ബട്ടർ. പിന്നെ ഇത് പുലാസാനാണ്. ഇതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നുമില്ല, കാരണം ഇതിൻ്റെ മരമൊക്കെ ഒന്ന് ഒരുവിധം വലുതായി നല്ല ഓരോ പ്രാവശ്യം ഇങ്ങനെ ഉണ്ടായി ക്വാളിറ്റി ആയി തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടാവുള്ളൂ എന്നാണ് എൻ്റെ ഒരു അറിവ്. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് എന്നില്ലാത്ത പോലെ നിറയെ പൂത്തിട്ടുണ്ട്. ഇതാണ് ഇനി ഫ്രൂട്ടായിട്ട് വരാം. അപ്പം ഉണ്ടാവുമ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ. പിന്നെ താഴെ സെക്ഷനിലെ റംബൂട്ടാനാണിത്. ഇതൊക്കെ ഒന്ന് കവറിട്ട് വെക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെ ഒന്നും നടന്നിട്ടില്ല കേട്ടോ. പിന്നെ കുറച്ച് പേരക്കയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ വരാൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ 2-3 എണ്ണമൊക്കെ താഴെ വീണ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ കാണിക്കാൻ പോകുന്ന ഫ്രൂട്ടാണ് കേട്ടോ മിറാക്കിൾ ഫ്രൂട്ട്. എനിക്കിത് ആദ്യം കേട്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിരുന്നു, കാരണം ഇത് കഴിച്ചിട്ട് എന്ത് പുളിയുള്ള കഴിച്ചാലും ഭയങ്കര മധുരമായിരിക്കും. ഇപ്പോഴും ആളുകൾ നമ്മളോട് ചോദിച്ചു വാങ്ങുന്ന ആ ഒരു ഫ്രൂട്ടാണ് കേട്ടോ. അതുപോലെ പേരയ്ക്കും അതുക്കുട്ടൻ്റെ ചാമ്പയ്ക്കമരത്തിലും ചാമ്പയ്ക്ക ഉണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയും ഫ്രൂട്ട്സ് ഒക്കെയാണ് നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത്. ഇനി എന്തൊക്കെ ഫ്രൂട്ട്സ് ആണ് ഉണ്ടാകുന്നതെന്ന് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.